അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, കുറച്ചു മുമ്പ് കോഴിക്കോട് ഒരു സമ്മേളനത്തിൽ വെച്ച് ഒരു നേതാവിന്റെ പ്രസംഗം. ശരീഅത്ത് സംരക്ഷണം എന്ന പേരിലായിരുന്നു ആ സമ്മേളനം എന്നാണ് എന്റെ ഓർമ്മ. അവിടെ വെച്ച് ഒരു നേതാവ് നടത്തിയ പ്രസംഗം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ഒരു വിശാല മീറ്റിംഗ് വിളിച്ചു പോലും. അതിൽ തന്നെ രസാവഹമായ വിഷയങ്ങളുണ്ട്. അതായത് ശരീഅത്ത് വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് ശരീഅത്തിനെ തന്നെ വെട്ടിമുറിക്കുന്ന പുത്തൻവാദികളെയും കൂട്ടിയാണ് ഇവർ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഇവർ പോകുന്നത് ശരീഅത്ത് വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് ശരീഅത്തിനെ വെട്ടിമുറിക്കുന്ന പുത്തൻവാദികളെയും കൂട്ടിയാണ്. ഇത് വലിയ വിരോധാഭാസം ഇരിക്കട്ടെ. അങ്ങനെ ആ മീറ്റിംഗിൽ മഹാനായ കാന്തപുരം ഉസ്താദ് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നേതാവ് ഈ സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിക്കുന്നത്. അവിടെ മഹാനായ കാന്തപുരം ഉസ്താദിനെ കളിയാക്കിക്കൊണ്ടാണ് നേതാവിന്റെ പ്രസംഗം. മുന്നിലിരിക്കുന്നവർ തക്ബീർ ചൊല്ലിയതോടെ നേതാവിന് ആവേശമായി ഉസ്താദിനെ കളിയാക്കി അദ്ദേഹം പ്രസംഗിച്ചു. എന്താ, ക്ഷണിക്കണം പോലും, പുതിയാപ്പള സൽക്കാരമാണോ ഇത്? പുതിയാപ്പളയെ പോലെ സൽക്കരിക്കണം പോലും, അവരൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കളിയാക്കി മഹാനായ കാന്തപുരം ഉസ്താദിനെ. മുമ്പിലിരുന്നവർ ആവേശത്തിൽ തക്ബീർ ചൊല്ലി, അദ്ദേഹത്തിന് ആവേശം കൂടി, അദ്ദേഹം കളിയാക്കി. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്ന് അതേ ചോദ്യം അദ്ദേഹം തക്ബീർ ചൊല്ലിച്ച, അദ്ദേഹത്തിന് വേണ്ടി തക്ബീർ ചൊല്ലിയ ആളുകൾ തന്നെ അദ്ദേഹത്തോട് തന്നെ അതേ ചോദ്യം ഒന്നിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ശരിക്കും മനസ്സിലാക്കണം, ഇതേ ആളോട്, ആ മുന്നിലിരുന്ന അതേ ആളുകൾ തന്നെ ഇതേ ചോദ്യം അദ്ദേഹം കളിയാക്കിയില്ലേ? ആ കളിയാക്കിയ പദം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അതേ ആളുകൾ തന്നെ ഒരുമിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇന്നും ഇന്നലെയുമൊക്കെ മീഡിയകൾ നിറഞ്ഞു നിൽക്കുന്നു വാർത്തകൾ. എന്താ ചോദ്യം? എന്തേ പോകാതിരുന്നത്? സൽക്കരിക്കണമായിരുന്നോ? ഇതാണ് അതേ ആളുകൾ തന്നെ, ഇദ്ദേഹം തക്ബീർ ചെല്ലിച്ച ആളുകൾ തന്നെ കൂട്ടത്തോടെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ കാന്തപുരം ഉസ്താദിനെ കളിയാക്കി നേതാവ് പ്രസംഗിച്ചു. നമ്മളൊക്കെ വേദനിച്ചു. മുമ്പിലിരിക്കുന്നവർ തക്ബീർ ചൊല്ലി ആവേശം കൊടുത്തു. നേതാവ് കളിയാക്കൽ ജോറാക്കി. എന്റെ പുതിയാപ്പള സൽക്കാരമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാ കളിയാക്കുന്നത്. എന്നാൽ അതേ ചോദ്യം ഇന്നിതാ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതേ അണികൾ തന്നെ, മുമ്പിലിരുന്ന് തക്ബീർ ചൊല്ലിയവർ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു, എന്തേ പോകാതിരുന്നത്? സൽക്കരിക്കണമോ എന്ന്. എന്നാൽ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ, ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഇന്ന് ആരെയും കാണുന്നുമില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം പറയട്ടെ, ഒറ്റ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. പണ്ഡിതന്മാരോടൊന്നും കളിക്കരുത്. ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് അല്പം വൈകും. ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. ഒറ്റ കാര്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. ഇപ്പോ മെലിഞ്ഞ് 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 പോകുന്നുണ്ടോ?